ഫ്രണ്ട്സ്, വെൽക്കം ടു കെസിയസ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയ്ക്ക് പറ്റിയ ഒരു മസാലയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന് നോക്കാം. ഒരു പാത്രം വെച്ച ശേഷം പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയുടെ കൂടെ നമുക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിയും കൂടെ ചേർത്ത ശേഷം ഇതൊന്ന് ചെറുതായിട്ട് മൂക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഇട്ട ശേഷം ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി വഴറ്റണ്ട, ചെറുതായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോകത്തക്ക രീതിയിൽ ചെറിയ രീതിയിലൊന്ന് വഴറ്റിയാൽ മതി. അപ്പം അതുകൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു തക്കാളിക്കയാണ്. അപ്പം ഒരു തക്കാളിക്ക ചേർത്താൽ മതി. തക്കാളിക്കയും കൂടെ നമുക്ക് അരിഞ്ഞതൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിക്കയും ചേർത്ത് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് 2 ക്യാരറ്റ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ള ക്യാപ്സിക്കമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കളറുള്ള ക്യാപ്സിക്കം ഉണ്ടോ അത് ചേർക്കാം. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഒത്തിരി ഫ്രൈ ആവുന്ന രീതിയിൽ വഴറ്റണ്ട, നമ്മൾ ഒരു മീഡിയം പരുവത്തിൽ മാത്രം നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത ശേഷം ഇതെല്ലാം നല്ലവണ്ണം വഴറ്റി എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ ഇതെല്ലാം ഒന്ന് ഇളക്കി നല്ലവണ്ണം കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഇത് സ്വല്പം ഒന്ന് വേവാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും. പെട്ടെന്ന് വഴറ്റി കിട്ടിയ ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി നമുക്കിതൊന്ന് ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇത് അടച്ച് നമുക്ക് 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല എല്ലായിടത്തും പിടിച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2 വലിയ ഉരുളൻകിഴങ്ങ് വേവിച്ച് നല്ലവണ്ണം ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉടച്ച് വെച്ച ഉരുളൻകിഴങ്ങ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇതെല്ലാം കൂടെ പിടിക്കത്തക്ക രീതിയിൽ നല്ലവണ്ണം ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ആ മസാലയെല്ലാം ഈ ഉരുളൻകിഴങ്ങിലൂടെ പിടിക്കണം. അപ്പോൾ നല്ലവണ്ണം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഈ മസാല വേണമെങ്കിൽ നമുക്ക് പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ട ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ വെച്ച ശേഷം ഈ പാനിലേക്ക് നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലവണ്ണം ഒട്ടും കനമില്ലാതെ നല്ല രീതിയിൽ നമുക്കിങ്ങനെ പരത്തിയെടുക്കണം. എന്നാലേ അത് നല്ല രീതിയിൽ മുരിഞ്ഞൊക്കെ വരത്തുള്ളൂ. ഇങ്ങനെ പരത്തിയ ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇപ്പം നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ഇത് നല്ലോണം ഇങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് നല്ലോണം മൊരിയണം, അല്ലാതെ നമുക്കിത് എണ്ണ ചേർക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നിട്ട് മസാല ചേർത്ത ശേഷം നമുക്ക് ഇത് കുറച്ച് മാത്രം മസാല ചേർത്താൽ മതി. മസാല ചേർത്ത് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇളക്കി നമുക്ക് ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് റോളായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ ചെയ്യുന്നത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടും എളുപ്പത്തിന് വേണ്ടി ഒരു സൈഡ് ഇങ്ങോട്ടും വെച്ച ശേഷം അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ അതുകൂടെ വളച്ച് ഇങ്ങനെ വെച്ച് നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.